ഇപ്പോൾ പല വീടുകളിലും സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് പിങ്ക് റെയിൻ ലില്ലി. മഴക്കാലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് പൂക്കളുണ്ടാകുന്നത്. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ തൊടിയിൽ ഒരുപാട് സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇത് നിറച്ചുണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവിൻ്റെ ഈ റൗണ്ടിൽ ഇത് നമുക്ക് നല്ലപോലെ നട്ടാൽ നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു നല്ല സ്ഥലം, ഇപ്പോൾ എന്താ പറയുക, ഇതുപോലെയുള്ള ഒരു കോൺക്രീറ്റ് ചെയ്ത റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയറോ അങ്ങനെയുള്ള ഭാഗത്ത് നടുന്നതായിരിക്കും ഏറ്റവും ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിപ്പോൾ ഈ ഉദ്ദേശിച്ച സ്ഥലം നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് മണ്ണ് നല്ല പോലെ കിളച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് നടുന്നത്. കാരണം ഇതിൻ്റെ വേരിൻ്റെ അടിയിലൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പോലെ ചെറിയ ചെറിയ കായ്കളുണ്ടാവും. അപ്പോൾ നമ്മൾ മണ്ണ് മാക്സിമം ഇളക്കി ആഴത്തി നട്ടാൽ മാത്രമേ ഇതിൽ നിന്ന് വീണ്ടും 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 ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ചെടികൾ ഇങ്ങനെ ഉണ്ടായി വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മാതുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇതുകൊണ്ടിട്ട് നമ്മൾ നല്ലപോലെ മണ്ണ് ഇളക്കുക. അപ്പോൾ വീട്ടിൽ മണ്ണ് നന്നായിട്ട് തൂമ്പപ്പണിയൊക്കെ ചെയ്യാനൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണ് അവരെ കൊണ്ട് വെട്ടി കിളപ്പിച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ കുറേ കുരുമുളകിൻ്റെയൊക്കെ ഇത് ചെടിയൊക്കെ അതിനകത്ത് ആ മാവിൽ പിടിച്ച് വള്ളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്രയും ഭയങ്കര പാട്. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു ഭാഗം മൊത്തം നമ്മൾ നല്ലതുപോലെ കിളച്ച് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് വേസ്റ്റ് സംഭവങ്ങളൊക്കെ വരും. വേരും ഇപ്പോൾ ഒരു ഔഷധ ചെടി അവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ വേരൊക്കെയാണ് കാണുന്നത്. അതെല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് പറിക്കാൻ പറ്റുന്ന അത്രയൊക്കെ കളഞ്ഞിട്ട് മണ്ണാഴ്ത്തി കിളച്ച്, പിന്നെ അതിനകത്ത് വല്ല കരിയിലയോ അല്ല പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ നീക്കി ക്ലീൻ ചെയ്ത്, ചെടി നടുന്ന സ്ഥലം എപ്പോഴും നല്ല നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അതിനിടയിലൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം ചെടി നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര കാണാനും ഒട്ടും ഭംഗി ഉണ്ടാകില്ല. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വീണ്ടും 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 ഇങ്ങനെ മുളച്ച് പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഇഷ്ടംപോലെ സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേരൊക്കെ എല്ലാം മാറ്റി നന്നായിട്ട് റെഡിയാക്കി എടുത്ത്. പറഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലാണ്, രാവിലത്തെ തണുപ്പിനെക്കാട്ടിലും ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മൾ മണ്ണ് നല്ലോണം നനച്ച് എപ്പോഴും കൊടുക്കണം. ഇതിന് വെള്ളം ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു ചെടിയാണ്. വെള്ളം എപ്പോഴും വേണം, എന്നാൽ വെയിലും വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കിളച്ചെല്ലാം വൃത്തിയാക്കിയതുകൊണ്ട് അവിടെയെല്ലാം നല്ലപോലെ നനയ്ക്കാൻ അറിയാവുന്നവരെ കൊണ്ട് നനയ്പ്പിക്കണം. ഇതുപോലെ നനയ്ക്കരുത്. നന്നായിട്ട് നമ്മൾ മണ്ണ് നനയത്തക്ക വിധം നന്നായിട്ട് കൈകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തളിച്ചോ വെള്ളമൊഴിച്ചോ എല്ലാം നനച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതാണ് ആ പ്ലാന്റ്. കണ്ട അതിൻ്റെ ഒരു പൂവ് കണ്ട, കാണാൻ നല്ല ഭംഗിയാണ്. ആ ഉള്ള ഒരു പൂവ് അവൻ പറിച്ചെടുത്ത്. ഇപ്പോൾ ആ എല്ലാം കരിയിലൊക്കെ പിടിച്ച് ആ മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കാതെ കിടന്ന ആ പറമ്പിൽ തനിയെ ആ കായിന്ന് തനിയെ പൊട്ടി വന്നതാണതെല്ലാം. അപ്പോൾ അത് വലിച്ച് പറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പൊട്ടിപ്പോവും. പിന്നെ അത് വരണമെങ്കിൽ പിന്നെ കുറേ നാളെടുക്കും. അതുകൊണ്ട് നമ്മൾ അടിയിലൊന്ന് കുത്തി വിട്ടിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ പറിച്ചെടുക്കണ പോലെ ഇങ്ങനെ അടിയിൽ നിന്ന് ഉള്ളി പോലെ ഇരിക്കും ശരിക്കും. ആ ഒരു ഫാമിലിയൊക്കെയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പയ്യെ, വേര് പൊട്ടിയാലും ഇതിനൊരു കുഴപ്പമില്ല, പക്ഷെ ആ കിഴങ്ങ് പൊട്ടിപ്പോകാതെ നോക്കണം. വേര് മുറിച്ച് കളഞ്ഞാൽ പോലും അത് വളരും മാക്സിമം. അത് പിന്നെ ഇവർ ഈ ആ ഒരു കണ്ട, അപ്പോൾ ഒരു ചെറുഞ്ഞനം പുഴുവും ഉണ്ട്, തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ വേര് പൊട്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ അത് മുറിഞ്ഞു പോകരുത്. ആ കായ അങ്ങനെ തന്നെ നിൽക്കണം. ആ കായിൽ ഇവർക്കുള്ള വളരാനുള്ള ഫുഡ് ഇവർ സംഭരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കായൊന്നും കളയാൻ നല്ല രീതിയിൽ അതെല്ലാം എടുക്കുക. പിന്നെ അത് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഇല കട്ട് ചെയ്യാനും പാടില്ലാത്ത ഇലയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതിനുശേഷം നമ്മൾ നല്ലപോലെ കുത്തിക്കിളച്ച് ആ ഒരു മണ്ണിലേക്ക് നമ്മൾ ആഴത്തിൽ എന്ന് വെച്ചാൽ ഈ കായൊന്ന് നന്നായിട്ട് മൂടി അകത്തേക്കാകുന്ന രീതിയിൽ വേണം. വലിയതായിട്ടൊന്നും കുഴി ഉണ്ടാക്കണ്ട, ചെറുതായിട്ടൊക്കെ പിള്ളേർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിച്ചൊക്കെ പഠിപ്പിക്കുക. അവർക്ക് പ്രകൃതിയായിട്ടൊക്കെ ഒരു ഇണക്കം വേണമല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ അത് ഓരോ ലൈനായിട്ട് വേണം, നിരനിരയായിട്ട് വേണം, അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വളരുന്ന രീതി അങ്ങനെയാണ്, പൊട്ടി മുളച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണോ അതനുസരിച്ച് നിരനിരയായിട്ട് നടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇറഗുലറായിട്ട് അവിടെ ഇവിടെയൊക്കെ നട്ട് വെച്ചാൽ മതി. നല്ലപോലെ വരും. നന്നായിട്ട് ശ്രദ്ധിക്കണം, ആദ്യം കുറച്ച് നാളൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ അത് തന്നെ വന്നോളും. കണ്ടില്ല, അങ്ങനെ കുഴിച്ച് ആ ഒരു കാ മൂടുക, അത്രയേ ഉള്ളൂ. പിന്നെ അവിടുന്ന് പറിച്ചെടുത്ത് കുറച്ച് സമയം അതിൻ്റെ ഒരു തളർച്ച ആ ഇലയ്ക്ക് ഉണ്ട്, അത് കാര്യമാക്കണ്ട. അതിന് ശേഷം അത് നല്ലതുപോലെ
എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. കണ്ട ചുറ്റിലും അത് നല്ല പോലെ ഞാനത് നട്ടിട്ടുണ്ട്. കുറച്ച് ഇത്രയും നട്ട് വരുമ്പോൾ നമ്മൾ ടയേർഡാവും നനച്ച് വരുമ്പോഴേക്കും. പിന്നെ അന്ന് ആ ഒരു ദിവസം അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് കണ്ട ഇനി എല്ലാ ദിവസവും നനയ്ക്കണം. കാരണം ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ വെയിലാണ്.